പ്ലുതഃ ഉശ്ച ഊശ്ച ഊശ്ച വഹ വാം കാല ഇവ കാലോ യസ്യ സ്വ അച്ച് ക്രമാത് ഹ്രസ്വ ദീർഘ പ്ലുതസപ്നഃ സ്യാത് സപ്രത്യേകം ഉദാത്താദിഭേദേന ത്രിധ ഉച്ചേരുദാത്തഃ നീചേരനുദാത്തഃ സമാഹാരഃ സ്വരിതഃ ഈ മൂന്ന് സൂത്രങ്ങൾക്കും ഉച്ചേരുദാത്തഃ നീചേരനുദാത്തഃ സമാഹാരഃ സ്വരിതഃ എന്ന് പറയുന്നതിന് ചില പുസ്തകങ്ങളിൽ അതിന്റെ വൃത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിൽ ഗീതാപ്രസിന്റെ പുസ്തകത്തിൽ വൃത്തി കൊടുത്തിട്ടില്ല. അത് വേണ്ടതാണ്, എന്നാലേ അത് മനസ്സിലാവും. ഉച്ചേരുദാത്തഃ താല്വാദിഷു സഭാഗേഷു ഊർധ്വഭാഗേ നിഷ്പന്നോ അച്ച് ഉദാത്തസപ്നഃ സ്യാത് നീചേരനുദാത്തഃ താല്വാദിഷു സഭാഗേഷു അധോഭാഗേ നിഷ്പന്നോ അച്ച് അനുദാത്തസപ്നഃ സ്യാത് സമാഹാരഃ സ്വരിതഃ ഉദാത്തത്വ അനുദാത്തത്വേ വർണ്ണധർമ്മേ സമാഹ്രിയതേ യസ്മിൻ സ്വ അച്ച് അനുദാത്തസപ്നഃ സ്യാത് അല്ല സ്വരിതസപ്നഃ സ്യാത്. ഈ മൂന്ന് വൃത്തിയും വേറെ സിദ്ധാന്തമതി ഈ പുസ്തകത്തിൽ നോക്കിയിട്ട് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. ഈ പുസ്തകമാണ് കയ്യിരിക്കുന്നതെങ്കിൽ. വേറെ പുസ്തകങ്ങളിലുണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത് ഊകാലോജ്ഹ്രസ്വ ദീർഘപ്ലുതഃ, അത് ഊകാലഹ ഒരു പദം, അടുത്തത് അച്ച് രണ്ടാമത്തെ പദം, ഹ്രസ്വ ദീർഘപ്ലുതഃ മൂന്നാമത്തെ പദം. എല്ലാം പ്രഥമ വിഭക്തിയിലാണ്. ഊകാലഹ എന്ന് പറയുന്നത് സമസ്ത പദമാണ്. ഹ്രസ്വ ദീർഘപ്ലുതഃ എന്ന് പറയുന്നത് സമസ്ത പദമാണ്. സമസ്ത പദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ പദങ്ങളുണ്ടായിരിക്കും. ഊകാലഹ എന്ന് പറയുന്നതിൽ രണ്ട് പദമുണ്ട് ഇവിടെ. ഒന്ന് ഊ, മറ്റൊന്ന് കാല. ഹ്രസ്വ ദീർഘപ്ലുതഃ എന്ന് പറയുന്നിടത്ത് മൂന്നുണ്ട്. ഹ്രസ്വം ദീർഘം പ്ലുതം. ഊകാലഹ കാലോ യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ബഹുവ്രീ സമാസമാണ്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ഊകാലഹ കാല, അവിടെ രണ്ട് കാലശബ്ദം വരും. ഊകാലഹ കാല. അതിൽ ഊകാല എന്ന് പറയുന്നതിന്റെ ആ കാലശബ്ദം ലോപിച്ചു പോകും. എന്നിട്ട് ഒരു കാലശബ്ദം ശേഷിക്കും. അതാണ് ഇവിടെ കാണുന്ന ഊകാലഹ. അതെല്ലാം സമാസത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ സൂത്രത്തിന്റെ അർത്ഥം. ഈ സൂത്രത്തിന്റെ അർത്ഥം വളരെ അനായാസം മനസ്സിലാക്കാം. എന്താണ്? സ്വരങ്ങള് ഒരു മാത്രയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് ഹ്രസ്വം എന്ന് സംജ്ഞ, രണ്ട് മാത്രയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് ദീർഘം എന്ന് സംജ്ഞ, മൂന്ന് മാത്രയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പ്ലുതം എന്ന് സംജ്ഞ. ഇത്രയേ ഉള്ളൂ ഈ സൂത്രത്തിന്റെ അർത്ഥം. നമുക്കറിയാവുന്നതുമാണ്. പക്ഷെ സൂത്രം വായിക്കാൻ തന്നെ പ്രയാസമാണ്. സന്ധിയും മറ്റും വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ വൃത്തിയാണെങ്കിൽ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് പാണിനിയുടെ കുറ്റമല്ല. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്നവർക്ക് വേണ്ടിയിട്ടാണ് പാണിനി സൂത്രം ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ ഭാഷ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഭാഷ അറിയത്തില്ല, അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അല്ലാതെ ഈ സൂത്രത്തിന്റെ അർത്ഥം ക്ലിഷ്ടമായതുകൊണ്ടല്ല. ഇത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. സ്വരമെന്ന് എവിടെ കിട്ടും? അച്ച്.
അച്ച് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് നോക്കിയിട്ട് സ്വരം. കാരണം പ്രത്യാഹാരം നമുക്കറിയാം, അതുകൊണ്ട് അച്ച് എന്ന് പറഞ്ഞ സ്വരമാണെന്ന് നമുക്കറിയാം. ഇതാണ് പാണിനി ഈ സൂത്രങ്ങളെ ചങ്ങലക്കണ്ണികളെ പോലെ പരസ്പരം കൊരുത്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ അച്ചെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും സ്വരമെന്ന്. എങ്ങനെ മനസ്സിലാക്കും? പിറകിലേക്ക് പോകണം. ആദ്യം അക്ഷരസമാമനായും, പിന്നെ ഹലന്ത്യം അയോച്ചല ചകാരത്തിന് സഞ്ജ വിധിച്ചു, ആദിരന്ത്യന സഹേത പ്രത്യാഹാരം ഉണ്ടാക്കി, പിന്നെ അതിൽ അവസാനത്തിന് തസ്സലുവ ലോപിപ്പിച്ച് ശേഷിക്കുന്ന വർണ്ണങ്ങൾ അത് സ്വരം. അച്ചെന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഒരു സൂത്രത്തിൽ അച്ചെന്ന് കാണുമ്പോൾ നമ്മൾ പിറകിലോട്ടൊന്ന് ചിന്തിച്ചിട്ട് ഇത്ര കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 2 or 3 തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സൂത്രങ്ങളും വൃത്തിയും ഒന്നും പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പാണിനി എങ്ങനെയാണോ ഇതിനെയൊക്കെ പരസ്പരം ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകൊണ്ട് ഇതിനെപ്പോഴും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അച്ഛൻ പറയുന്ന സംജ്ഞയാണ് തുടങ്ങി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇങ്ങനെയാണ് ഇത് വ്യാകരണം പഠിക്കേണ്ടത്, പരസ്പരം ബന്ധപ്പെടുത്തി. അങ്ങനെയാണ് പാണിനി അത് നിർമ്മിച്ചിരിക്കുന്നത്. പാണിനിയുടെ സൂത്രരചനാരീതി അതാണ്. ഇനി ഊകാലത്തിലേക്ക് വരാം. ഊകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഊകാലം, കാലം എന്ന് പറഞ്ഞാൽ മാത്രയാണ്. പക്ഷെ ഇവിടെ മാത്ര എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ, ഇതൊരു ലാക്ഷണിക പ്രയോഗമാണ്. അപ്പൊ ആ മാത്രയ്ക്ക് തുല്യമായത് എന്നെടുക്കണം. മാത്രയ്ക്ക് തുല്യമായതെന്ന് പറഞ്ഞാൽ മാത്രയ്ക്ക് തുല്യമായ മാത്ര. ആ മാത്ര ഉള്ള അച്ച് എന്ന് കിട്ടും. എന്തുകൊണ്ട്? ബഹുവ്രീഹി സമാസം അങ്ങനെയാണ്. പീതം അംബരം യസ്യ സഹ പീതാംബരഃ. പീതമായ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ആരാണോ ധരിച്ചിരിക്കുന്നത് അവൻ പീതാംബരൻ, ശ്രീകൃഷ്ണൻ. അപ്പൊ പീതാംബര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ എന്ന് പറയേണ്ട കാര്യമില്ല, അറിയാം. ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊന്നിന്റെ വിശേഷണമായിരിക്കും. പീതാംബര എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വിശേഷ്യമുണ്ട്. പീതാംബര എന്ന് പറയുന്നത് ആ വിശേഷ്യ ശബ്ദത്തിന്റെ വിശേഷണമാണ്. സർവത്ര അങ്ങനെയാണ്. അതുകൊണ്ടാണ് പീതാംബര എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീകൃഷ്ണ എന്ന് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യം വരാത്തത്. അതുപോലെ ഊകാലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് അച്ച് എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ്. എന്തുകൊണ്ട്? ഊകാലഹ എന്ന് പറയുന്നത് ബഹുവ്രീഹി സമാസമാണ്. ഊകാലം എന്ന് പറഞ്ഞാൽ അച്ചാണ്. അതുകൊണ്ടാണ് അർത്ഥം പറയുന്നത് എന്താണ്? ഊകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊ അതിന്റെ കാലത്തിന് തുല്യമായ കാലത്തോടുകൂടിയ അച്ച് എന്ന് വെച്ചാൽ സ്വരം. അല്ലെങ്കിൽ ഊ അതിന്റെ മാത്ര, ആ മാത്രയ്ക്ക് തുല്യമായ മാത്രയോടുകൂടിയ സ്വരം. ഇനിയാണ് നമ്മൾ ഊ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇവിടെ എഴുതി കാണിക്കണം. ഓ പ്ലസ് ഓ പ്ലസ് ഓ, അങ്ങനെ എഴുതണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ് കൂടെ ഇട്ടാൽ മതി. വന്നില്ലല്ലോ. ഓ പ്ലസ് ഓ ദീർഘം പ്ലസ് ഓ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം, അതുകൊണ്ടാണ് എഴുതി കാണിക്കാൻ പറഞ്ഞത്. അടുത്ത ഊ എഴുതുമ്പോൾ 3 ഒന്നുകൂടെ എഴുതുക.
ഇപ്പൊ വന്നു. അതിലൊരു 3 കൂടെ ഇട്ടാൽ ഇപ്പൊ ശരിയായി. സമം ഊ എന്ന് എഴുതുക, ദീർഘം. അതിന്റെ താഴെ എഴുതുക ഊ പ്ലസ് ഊ, ഊ പ്ലസ് ഊ ദീർഘം. ഊ പ്ലസ് ഊ, ഊ ദീർഘം സമം ഓ. ഇനി അതിന്റെ താഴെ എഴുതുക ഓ ദീർഘം പ്ലസ് ഓ പ്ലുതം സമം ഓ. അത് മതി. ഇതിന് ഇപ്പൊ ഞാനിവിടെ ഒരു 3 പിരിവ് എഴുതി കാണിച്ചു. വാസ്തവത്തിൽ ഇതിൽ 3 പിരിവില്ല, ആദ്യത്തെ ഒരു പിരിവേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ അവിടെ കിടക്കട്ടെ, രണ്ടാമത്തെ നോക്കുക. ഓ പ്ലസ് ഓ, ഇവിടെ ഒരു സന്ധി വരും. നമ്മളിനി ഒരു സൂത്രം പഠിക്കും, ആകഹ സവർണേ ദീർഘ, പിന്നെ സവർണ ദീർഘം എന്ന് പറയും. ചിലർ പഠിച്ചിട്ടുള്ളവർ കാണും. ഊവിന്റെ കൂട്ടത്തിൽ ഊ ചേർത്ത് കഴിഞ്ഞാൽ ഇത് സമാസമല്ല, സന്ധിയാണ്. സമാസം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഊ കാല ഹക്കാലോ യസ്യ, അത് സമാസം. ഇത് സന്ധി. ഓ പ്ലസ് ഓ സമ ഓ എന്ന് വന്നു. ഇനി മൂന്നാമത്തെ ലൈനിൽ എന്താ ചെയ്തിരിക്കുന്നത്? ആ ഊവിനെ നമ്മൾ അടുത്ത് പ്ലുതമായ ഊവിനോടുകൂടി ചേർത്ത് വീണ്ടും സന്ധി ചെയ്തു. അപ്പോൾ ഓ പ്ലസ് ഊ മൂന്നാമത്തെ ലൈനിൽ. അപ്പോൾ വീണ്ടും എന്ത് തന്നെ വന്നു? പ്ലുതം വരത്തില്ല, ദീർഘം തന്നെ വരും. ഓ. മനസ്സിലായല്ലോ? ആദ്യം ഊ ഹ്രസ്വവും ദീർഘവും ചെയ്തപ്പോൾ ഊന്ന് വന്നു. പിന്നെ ദീർഘവും പ്ലുതവും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴും ഊന്ന് ദീർഘം തന്നെ വന്നു. ഇനി മേളിൽ നോക്കുക. ഊ പ്ലസ് ഹ്രസ്വം, ഇതൊരു മാത്രയുള്ള ഹ്രസ്വം. ഊ 2 മാത്രയുള്ള ദീർഘം. മൂന്നാമത് 3 മാത്രമുള്ള പ്ലുതം. ഇത് 3 കൂടി അങ്ങോട്ട് സന്ധി ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതെന്തോന്ന്? ദീർഘമായ ഓ. അതങ്ങനെ കിട്ടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ 2ആയിട്ട് പിരിച്ച് കാണിച്ചത്. അഗഹസവർണ ദീർഘ. ഊ കാലഹ എന്ന ഈ സൂത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഊ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഊ ആണ്. എന്നുവെച്ചാൽ ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര ഉള്ള ഉകാരങ്ങളാണ്. അപ്പോ ഈ സൂത്രത്തിൽ ഊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെറും ഊന്നല്ല, ഉകാരങ്ങൾ. ബഹുവചനത്തിൽ ഉകാരങ്ങളെന്ന അർത്ഥം. എന്തുകൊണ്ട്? ആ ഊ എന്ന് പറയുന്നതിനടുത്ത് ഒരു ഹ്രസ്വവും ഒരു ദീർഘവും ഒരു പ്ലുതവും കയറിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉകാരങ്ങൾ. ഊകാരങ്ങളെന്ന് വേണ്ട, ഉകാരങ്ങൾ. എന്തുകൊണ്ട്? ഉകാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഊവും പ്ലുതോ ഉണ്ട്. ആണ് സൂത്രത്തിലെ ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മളിങ്ങനെ കാണിച്ചു. പക്ഷേ നമ്മുടെ ഈ സൂത്രത്തിൽ കാണുന്ന ഊ എന്ന് പറയുന്നതിനെ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഊ പ്ലസ് ഊ എന്ന് പിരിക്കുന്നതിന് വ്യാകരണം അനുവദിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഈ ആദ്യത്തെ ഊ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ അക്ഷര സമാമനായത്തിലുള്ള ആ ഒരു ഊ അല്ല. ഈ ഊ എന്ന് പറയുന്നത് ഒരു പദമാണ്. ഊ എന്ന് പറയുന്ന ശബ്ദം തന്നെ, പക്ഷെ അതൊരു പദമാണ്.
രണ്ടാമത്തെ ഊ എന്ന് പറയുന്നതോ അതും ഒരു പദം. മൂന്നാമത്തെ ഊ എന്ന് പറയുന്നതോ അതും ഒരു പദം. ഇങ്ങനെ മൂന്ന് പദങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സന്ധി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സമാസം ചെയ്യണം. മൂന്നിനെയും ചേർത്ത് സമാസിക്കണം. അപ്പോൾ ഇവിടെ ഈ മൂന്ന് പദങ്ങളെയും ചേർത്ത് സമാസിച്ചു കഴിഞ്ഞാലോ, നമ്മളിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചെന്താണ്? ഓ പ്ലസ് ഊ പ്ലസ് ഊ സമ ഊ എന്ന് എഴുതി കാണിച്ചു. ശരിക്കും അങ്ങനെ വന്നാൽ പോരാ. ഇങ്ങനെ ഈ മൂന്നെണ്ണത്തിനെ സമാസിക്കണമെങ്കിൽ അത് സമാസമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ വിഗ്രഹിക്കണം. ഇതിൽ നമുക്കിപ്പോൾ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ സമാസം പഠിക്കാതെ നിവൃത്തിയില്ല. അപ്പം മനസ്സിലാക്കാവുന്നുള്ളത് വരെ അത് ഞാൻ പറയാം. ബാക്കി ഭാഗങ്ങൾ പിന്നീട് മനസ്സിലാക്കണം. സമാസം പഠിക്കാതെ രക്ഷയില്ല. ഇവിടെ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. ഈ ഊ ഊ ഊ എന്ന് പറയുന്ന ഇതിനെ, അല്ലെങ്കിൽ ഈ സൂത്രത്തിൽ കാണുന്ന ഈ ഊ എന്ന് പറയുന്നതിനെ നമ്മൾ വിഗ്രഹിക്കുകയാണെങ്കിൽ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഉശ്ച ഊശ്ച ഊശ്ച വഹ. സൂത്രത്തിലെ ഊ എന്ന് പറയുന്നതിന്റെ വിഗ്രഹമാണിത്. സൂത്രത്തിലെ ഊ എന്ന് പറയുന്നത് ഒരു സമസ്ത പദമായതുകൊണ്ട് അതിന്റെ വിഗ്രഹമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഉശ്ച ഊശ്ച ഊശ്ച വഹ എന്ന് പറയും. പിന്നെ ദ്വന്ദ്വ സമാസം എന്ന് പറയും. ദ്വന്ദ്വ സമാസത്തിന് ഇതിനെ പറയും ഇതരേതര യോഗ ദ്വന്ദ്വം എന്ന് പറയും. സാധാരണ ഉദാഹരണമായിട്ട് പറയും ബ്രാഹ്മണാശ്ച ക്ഷത്രിയാശ്ച വിശശ്ച ശൂദ്രാഹ. ബ്രാഹ്മണ ക്ഷത്രിയ വിട്ട് ശൂദ്രാഹ എന്ന് പറയും ഒരുമിച്ച്. അതുപോലെ ഒരു സമാസം ഉശ്ച ഊശ്ച ഊശ്ച വഹ. അപ്പൊ ഇവിടെ ആദ്യത്തത് ഉശ്ച ഹ്രസ്വം ഉകാരം, രണ്ടാമത്തെ ഊശ്ച ദീർഘ ഊകാരം, മൂന്നാമത്തെ ഊശ്ച എന്നുള്ളതിന്റെ ഇടയ്ക്ക് മൂന്നെന്ന് സംസ്കൃതത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പ്ലുതമാണെന്ന് കാണിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വഹ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് പലർക്കും മനസ്സിലാകാത്തത്. ഇതിപ്പോ ഇത് മൂന്നെണ്ണം മൂന്ന് ഉകാരങ്ങളെ സമാസിച്ചത് കാണിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവും. ഇത് വഹ എന്നെന്താ കൊടുക്കാൻ കാരണം? ഇങ്ങനെ ഈ മൂന്ന് ഉകാരങ്ങൾ പദമാണെന്ന് പറഞ്ഞു അതിനെ സമാസിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നെണ്ണം ഉണ്ടല്ലോ. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇത് ബഹുവചനത്തിലേ ഉപയോഗിക്കാം, ഏകവചനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അല്ലെ? ബ്രാഹ്മണ ക്ഷത്രിയ വിട്ശൂദ്രാഹ എന്ന് പറയുമ്പോൾ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ 4 പേരുണ്ട്. അതുപോലെ ഇവിടെ ഉശ്ച ഊശ്ച ഊശ്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന രൂപമാണ് നമ്മളിവിടെ കാണിച്ച ഊ ദീർഘം. പക്ഷെ ആ ഊ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ബഹുവചന രൂപം ഉപയോഗിക്കണം. കാരണം 3 ഉള്ളതുകൊണ്ട്. അപ്പോൾ ഊ എന്ന് പറയുന്ന ആ ശബ്ദത്തിനെ നമ്മളൊരു നാമപദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, രാമഹ ഗുരു എന്നൊക്കെ പറയുന്ന പോലെ ഈ ഊവിനെ ഒരു നാമപദമായിട്ട് എടുക്കുക. കാരണം ഇവിടെ സന്ധി ചെയ്തിരിക്കുകയില്ലേ. ഇവിടെ അത് എഴുതി കാണിച്ചിട്ടുണ്ട്. ഊഹു രണ്ടാമത്തത് വൗ ബഹുവചനത്തിൽ വഹ എന്ന് വരും.
അപ്പോൾ ഊ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ബഹുവനമാണ് വഹ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏകവചനം കാണത്തില്ല. കാരണം ഇത് 3 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിന് ബഹുവചന രൂപമേ ഉള്ളൂ. ചില ശബ്ദങ്ങൾ അങ്ങനെയുണ്ട്. ആപഹ ബഹുവനമേ ഉള്ളൂ, ധാര ബഹുവനമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഊ എന്ന് പറയുന്ന ശബ്ദം സന്ധി ചെയ്ത് അത് ബഹുവനത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ ഊ എന്ന് പറയുന്നത് വഹ എന്ന് മാറും. അത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങൾ പഠിച്ചാലേ പറ്റും. ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 3 ഉകാരങ്ങളെ സമാസിച്ച് ആദ്യം സമാസിക്കുന്നു, പിന്നെ സന്ധി ചെയ്ത് കഴിഞ്ഞാൽ ആ ഊ എന്ന് പറയുന്ന ദീർഘശബ്ദം വഹ എന്ന് മാറും. അത് നമ്മൾ വ്യക്തമായും പഠിക്കും. ഖലപു എന്ന് പറയുന്നൊരു ശബ്ദം ഇതിൽ വരും. ഖലപു, ഖലപ്പു, ഖലപ്പുഹ. ആ ശബ്ദം ഈ ലഘുസിദ്ധാന്തമതി നമ്മൾ പഠിക്കുമ്പോൾ രൂപചന്ദ്രിക എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം വാങ്ങാൻ കിട്ടും. ചൗക്കമ്പയിലും മറ്റുമുണ്ട്. എല്ലാവരുടെയും കയ്യിരിക്കുന്ന നല്ലതാണ്. കാരണം എല്ലാ രൂപങ്ങളും അതിൽ വരും. ആ രൂപചന്ദ്രിക പുസ്തകം കയ്യിലുള്ളവരുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ഖലഭൂ ശബ്ദം നോക്കുക. അപ്പോൾ അതിൽ പ്രഥമാബഹുവനത്തിൽ ഖലപ്പുഹ എന്ന് വരും. അവിടെ എന്താണ്? ഊ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രഥമാ ബഹുവനമാണ് വഹ. അപ്പോൾ ഇവിടെ ഈ സൂത്രത്തിൽ ഉശ്ച ഊശ്ച ഊശ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് സമാസത്തെ കാണിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ എഴുതി കാണിച്ചത് സമാസം ചെയ്തു കഴിഞ്ഞിട്ട് വന്ന സന്ധി. സമാസം ചെയ്തു കഴിയുമ്പോൾ അത് ഈ സന്ധി വരും. അങ്ങനെ വരുമെന്നൊക്കെ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ സന്ധി ചെയ്തു കഴിഞ്ഞാൽ ഊ എന്ന് പറയുന്നത് വഹ എന്ന് വരും. അപ്പൊ വഹ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഉകാരങ്ങൾ എന്നർത്ഥം വരും. എന്തുകൊണ്ട്? കാരണം അതിനകത്ത് 3 ഊ ഉണ്ട്. അപ്പോൾ ഉശ്ച ഊശ്ച ഊശ്ച വഹ എന്ന് ഇവിടെ ഈ വൃത്തിയിൽ എഴുതി കാണിക്കുന്നതിന്റെ താല്പര്യം നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. വൃത്തി എഴുതിയാണ്. ഒന്ന്, മേളത്തിൽ എഴുതിയിരിക്കുന്ന ഊ എന്ന് പറയുന്നതിൽ 3 ഉകാരങ്ങളുണ്ട്. ഹ്രസ്വവും ദീർഘവും പൃഥുവും ഉണ്ട്. ആ ഊ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉകാരങ്ങൾ എന്ന അർത്ഥം ആണ്. ഉകാരങ്ങൾ എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും എങ്ങനെയും കുറഞ്ഞ പക്ഷം ബാക്കി സന്ധി സമാസമൊക്കെ പോട്ടെ. ഈ താഴെ എഴുതിയിരിക്കുന്നത് വഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉകാരങ്ങൾ എന്നാണ്. അതിന് എന്തുകൊണ്ട് ഉകാരങ്ങൾ എന്ന് പറഞ്ഞു? അതിന്റെ അകത്ത് 3 ഊ ഉണ്ട്. ഒരു ഹ്രസ്വം, ഒരു ദീർഘം, ഒരു പ്ലുതം. ഇത്രയും അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സന്ധി സമാസമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. അത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ട നേരത്തെ ആ എഴുതിയ ശബ്ദങ്ങൾ നോക്കുക. എന്താണ്? ഊഹു, വൗ, വഹ എന്നെഴുതി കാണിച്ചല്ലോ. അതിന്റെ ഷഷ്ടി നോക്കുക. ഷഷ്ടി രാമസ്യ രാമയോഹോ രാമാണാം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഷഷ്ടി ബഹുവനത്തിൽ വരും വാം. പ്രഥമ ബഹുവനത്തിൽ വന്നു വഹ. ഷഷ്ടി ബഹുവനത്തിൽ വരും വാം. രാമസ്യ രാമന്റെ, രാമയോഹോ 2 രാമന്മാരുടെ, രാമാണാം രാമന്മാരുടെ, 3 അതിൽ കൂടുതലും ആകാം. അപ്പോൾ വാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഹ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ എന്നാണെങ്കിൽ വാം എന്ന് പറഞ്ഞാൽ ഉകാരങ്ങളുടെ എന്ന് കിട്ടും. ഇവിടെ ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. വഹ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ. ഇവിടെ എല്ലായിടത്തും അങ്ങനെയല്ല. ഇവിടെ വാം എന്ന് പറഞ്ഞാൽ ഉകാരങ്ങളുടെ. ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. അപ്പോ നേരത്തെ എങ്ങനെയാ വിഗ്രഹിച്ചത്? ഊ കാലഹ കാലോ യസ്യ. വാസ്തവത്തിൽ അവിടെ ഊ കാലഹ എന്നും കാലഹ എന്ന് പറയുന്ന 2 പദങ്ങൾ കൂട്ടിച്ചേർത്താണ്.
അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോ ഊ കാല എന്നുള്ള ഊവിനോട് കൂടി ചേർന്നിരുന്ന കാലശബ്ദം ലോപിച്ചുപോയി. എന്നിട്ട് ഊ കാലഹ കാല എന്ന അതിനപ്പുറത്തിരുന്ന കാലശബ്ദത്തിനോട് കൂടി ചേർന്നു. അതൊക്കെ സമാസത്തിൽ വരുന്നതാണ്. ഊ കാല എന്നായി. അപ്പോ ഇവിടെ ഊ കാല എന്ന് ഈ സൂത്രത്തിൽ കാണുന്നതിൽ ഒരു കാലശബ്ദം ലോപിച്ചു പോയിരിക്കുകയാണ്. സമാസത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പൊതുധാരണയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. സമാസം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോ ആ ബഹുവ്രീഹി സമാസം, അതായത് ഊ കാലഹ കാലോ യസ്യ എന്ന് വിഗ്രഹിച്ചെടുത്ത് നോക്കുക. അവിടെ ഒരു ഊകാല ശബ്ദം വന്നു. അതിലെ കാലശബ്ദമാണ് ലോപിച്ചു പോയത്. എന്നുവെച്ചാൽ അവിടെ രണ്ട് പദങ്ങൾ കൂടി ചേർന്നിരിക്കുന്നു. ഊ കാല. വലിയ വലിയ സമസ്ത പദങ്ങൾ വരുമ്പം ഒരു സമാസത്തിന്റെ അകത്ത് വേറൊരു സമാസം, അതിന്റെ അകത്ത് വേറെ സമാസം, അതിന്റെ അകത്ത് വേറെ സമാസം, ഇങ്ങനെ പോകും. ഊകാലഹ കാലോ യസ്യ എന്ന് പറയുന്ന ബഹുവ്രീഹി സമാസത്തിൽ ഊകാല എന്ന് അതിന്റെ അകത്തൊരു സമാസം ഇരിക്കുകയാണ്. അവിടെ ഊകാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഊകാരങ്ങളുടെ കാലം എന്ന് പറയും. അവിടെ ഇത് കുറച്ച് സമാസം നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല. ഊകാലഹ കാലോ യസ്യ എന്ന് പറയുന്നിടത്തെ ആ ഊകാല ശബ്ദം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉകാരങ്ങളുടെ കാലം എന്നാണ്. അപ്പോൾ ഉകാരങ്ങൾ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് വഹ എന്നാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഉകാരങ്ങളുടെ എന്ന് പറയുന്നതിന് എന്ത് പറയേണ്ടി വരും? വാം എന്ന് പറയേണ്ടി വരും. ഊവിന്റെ ഷഷ്ടി ബഹുവചനം. അതാണ് നേരത്തെ ഇവിടെ എഴുതി കാണിച്ചത്. അപ്പോൾ ഉകാരങ്ങളുടെ കാലം എന്ന് പറയുന്നതിന് എന്ത് പറയേണ്ടി വരും? വാങ്കാല എന്ന് പറഞ്ഞാൽ ഉകാരങ്ങളുടെ കാലം. അതാണ് ഇവിടെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്, വാങ്കാല. വാം കാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉകാരങ്ങളുടെ കാലം. ഈ ഉകാരങ്ങളുടെ കാലം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സൂത്രത്തിൽ കാണുന്ന ഊകാലത്തിന്റെ അർത്ഥമല്ല. അത് അങ്ങനെ ധരിക്കരുത്. സൂത്രത്തിൽ കാണുന്ന ഊകാലത്തിന്റെ കാലം അർത്ഥം എന്താണ്? ഊകാലഹ കാലോ യസ്യ എന്നാണ്. നമ്മളെങ്ങനെ വിഗ്രഹിക്കുമ്പോൾ അതിലൊരു ഊകാലം വരും. ഊകാലഹ കാലോ യസ്യ എന്ന് വിഗ്രഹിച്ചപ്പോൾ അതിലാദ്യം വന്ന ഊകാലം, അതിന്റെ അർത്ഥമാണ് വാങ്കാലഹ എന്ന് വെച്ചാൽ അതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ വാങ്കാല എന്ന് കിട്ടും. അത് വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അങ്ങനെയല്ല എഴുതേണ്ടത്. ആദ്യം എഴുതി കാണിക്കണം. ഊകാലഹ എന്ന് എഴുതി കാണിക്കണം. ഊകാലഹ ചേർത്തെഴുതണം. ഊകാലഹ സമം വാം കാലഹ ഭീമന വാം കാലഹ. കുഴപ്പമില്ല, അത്രയും മതി. ഊകാല സമം വാം കാല. ഇനി എഴുതുക അതിന്റെ താഴെ ഊകാലഹ കാലോ യസ്യ. ഊകാലഹ കാലോ യസ്യ സമം ഊകാലഹ. എന്നല്ലോ. ഇനി ആ ഊകാലയ്ക്ക് ശേഷമുള്ള കാലശബ്ദത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാലശബ്ദം ഇതിൽ നിന്ന് പോയി. ഒരു കളർ എന്തെങ്കിലും കൂടെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ കാലശബ്ദം പോയി. അത് തന്നെ. അപ്പോ മേളില്
ഊകാലഹ സമം വാങ്കാല എന്ന് എഴുതിയിരിക്കുന്ന ഏതിന്റെ അർത്ഥം? ഈ ആ കറുത്ത കാലം, ഊകാലം, അതിന്റെ അർത്ഥമാണ് എഴുതിയിരിക്കുന്നത്. ആ ലോപിച്ചു പോയ കാലം, അതിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് വാങ്കാലഹ. ഇനി അതിന്റെ താഴെ എഴുതുക വാങ്കാലഹ കാലോ യസ്യ സമം ഊകാലഹ. ഇപ്പം മനസ്സിലാക്കാൻ പ്രയാസം വരത്തില്ല. അതായത് ഊകാലഹ എന്ന് ചുവപ്പും കറുപ്പുമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ അർത്ഥമാണ് മേളിൽ പറഞ്ഞത് ഊകാലഹ സമം വാങ്കാലഹ. പക്ഷെ ഊകാലഹ കാലോ യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ കറുത്ത കാലം അങ്ങ് പോയി. പിന്നെ കാണുന്ന ഊകാല എന്ന് പറയുന്നത് എന്താണ്? ചുവന്ന ഊവും ചുവന്ന കാലയുമാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വന്നപ്പോൾ എന്ത് ചെയ്തു? വാങ്കാലഹ എന്ന് പറയുന്നത് ചുവന്ന ഊവും കറുത്ത കാലയുമാണ് വാങ്കാല. അത് കഴിഞ്ഞ് വരുന്ന കാല അവിടെയുണ്ട്, യസ്യയുണ്ട്. അപ്പൊ അതിനുശേഷം എഴുതിയിരിക്കുന്ന ഊകാലഹ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ അർത്ഥം എന്തായി? വാങ്കാല കാലോ യസ്യ എന്നായി. അപ്പൊ ഊകാലഹ എന്ന് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ വിഗ്രഹമാണ് രണ്ടാമത്തെ വരി കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഊകാലഹ കാലോ യസ്യ ആണ് ഊകാല ശബ്ദത്തിന്റെ വിഗ്രഹം. ഇനി ആ ഊകാല എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ അർത്ഥമാണ് മൂന്നാമത്തെ വരി കൊടുത്തിരിക്കുന്നത്. എന്താണ്? വാങ്കാലഹ കാലോ യസ്യ. ആ വാംകാല എന്ന് പറയുന്നിടത്ത് വന്നത് ഷഷ്ഠി സമാസം. ആ വാംകാല അത്രയും പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ അതിന് ഷഷ്ഠി സമാസം വരും. രാജ്ഞപുരുഷ രാജപുരുഷ എന്ന് വരുന്ന പോലെ ഷഷ്ഠി തത്പുരുഷ. ഇത് എഴുതിയെടുത്തിട്ട് അത് ഒരു സാമാന്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടുതൽ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് സമാസം പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെ പാണിനി ഈ അർത്ഥം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ വിശദീകരിച്ചെന്നേ ഉള്ളൂ. കുറച്ച് സമാസം പഠിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. അപ്പൊ സൂത്രത്തിലെ ഊകാലഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥ വിഗ്രഹമാണ് ഊകാലഹ കാലോ യസ്യ. അങ്ങനെ വിഗ്രഹിച്ച് സന്ധി ചെയ്തു കഴിഞ്ഞാൽ, സമാസം ചെയ്ത് സന്ധി ചെയ്തു കഴിഞ്ഞാൽ ഊകാലയിലെ ആ കറുത്ത കാല പോവും. അപ്പോൾ ശേഷിക്കുന്ന അതാണ് ഊകാലഹ. അതില് ഊകാലഹ എന്ന ആദ്യത്തെ ഊകാല, കറുത്ത കാലയുള്ള കാല, അതിന്റെ അർത്ഥമാണ് വാങ്കാല എന്ന് വെച്ചാൽ അവിടെ ഒരു സമാസം സംഭവിച്ചു, ഷഷ്ഠി സമാസം. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവരും? വാങ്കാല എന്ന് വരും. അപ്പൊ വാങ്കാല എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? ഉകാരങ്ങളുടെ കാലം. വാങ്കാല എന്ന് പറഞ്ഞാൽ ഉകാരങ്ങളുടെ കാലം. അവിടെ കാലം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കാലം നിർത്താൻ പോരാ, അത് ലാക്ഷണിക പ്രയോഗമാണ്. ഉകാരങ്ങളുടെ കാലത്തിന് തുല്യമായ കാലത്തോടുകൂടിയ എന്താണ്? അച്ചുസ്വരം. ഇനി അതിന്റെ താഴെ ഒന്നുകൂടെ എഴുതുക. ഊകാലഹ സമം അച്ച്. ഊകാലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം അവിടെ ഊകാലഹ സമം അച്ച്, അച്ചെന്നാണ് അർത്ഥം. ഊകാലഹ എന്ന് പറഞ്ഞാൽ അച്ചെന്നെങ്ങനെ അർത്ഥം കിട്ടി? അതാണ് അടുത്ത് പുസ്തകത്തിൽ തന്നെ നോക്കുക. വാം കാല ഇവ കാലോ യസ്യ സ എന്ന് വെച്ചാൽ അച്ച്. വാം കാലം എന്ന് വെച്ചാൽ ഊകാരങ്ങളുടെ കാലത്തിന് പോലെയുള്ള കാലങ്ങളോടുകൂടിയ, കാലത്തോടുകൂടിയ ഏത്? അത് അച്ച്. ഊകാരങ്ങളുടെ എന്ന് പറയാൻ എന്തുകൊണ്ടാണ്? കാരണം അവിടെ 3 ഊ ഉണ്ട്.
ആ ഊകാരങ്ങളുടെ കാലങ്ങൾക്ക് സമമായ കാലത്തോടു കൂടിയതാണ് ഏതോ അത് അച്ച് എന്നുവെച്ചാൽ സ്വരങ്ങൾ. അതാണ് ഊകാലഹ അച്ചെന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ അത് അതിന്റെ സന്ധി സമാസം ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് എഴുതുമ്പം ഉകാരങ്ങളെന്ന് പറയുന്നതിന് ഇവിടെ വഹാന്നേ പറയാൻ പറ്റും. ഉകാരങ്ങളുടെ എന്ന് പറയുന്നതിന് വാമെന്നേ പറയാൻ പറ്റും. അതാണ് അതിന്റെ നിയമം. അതേ പണി ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കാലം എന്ന് പറഞ്ഞാൽ നേരത്തെ അർത്ഥം പറഞ്ഞു മാത്ര എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ എന്തുവരും? ഓവിന്റെ മാത്രയ്ക്ക് തുല്യമായ മാത്രയോടുകൂടിയ സ്വരം, അച്ചെന്ന് പറഞ്ഞ സ്വരം. ഊന്റെ എന്ന് പറയുമ്പോൾ ഊകാരങ്ങളുടെ എന്ന് വരും. അപ്പോൾ ഊകാരങ്ങളുടെ മാത്രയ്ക്ക് തുല്യമായ മാത്രയോടുകൂടിയ സ്വരങ്ങൾ, അവയ്ക്ക് ഹ്രസ്വം ദീർഘം പ്ലുതം എന്നിങ്ങനെ പേര് വരും, സംജ്ഞ വരുന്നു. അപ്പോൾ ഈ സൂത്രത്തിന്റെ അർത്ഥം ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വിശദമായിട്ടൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സമാസങ്ങളെല്ലാം മനസ്സിലാക്കും. അല്ല സൂത്രാർത്ഥം മനസ്സിലാക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്വരം ഒരു മാത്രയിൽ ഉച്ചരിച്ചാൽ അതിന് ഹ്രസ്വം എന്ന് പേര്, 2 മാത്രയിൽ ഉച്ചരിച്ചാൽ ദീർഘം, 3 മാത്രയിൽ ഉച്ചരിച്ചാൽ പ്ലുതം. ഇത്രയേ ഉള്ളൂ ഈ സൂത്രത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ സംസ്കൃതത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ സൂത്രത്തിൽ വന്ന സമാസവും സന്ധിയും എല്ലാം നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി പാണിനി ആദ്യം എന്ത് ചെയ്തു? ഊകാലയിലെ ഊവിനെ വിഗ്രഹിച്ചു. ഉശ്ചവഹ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 3 ഉകാരങ്ങളാണ്. ഊകാല എന്ന് പറഞ്ഞാലോ 3 ഉകാരങ്ങളുടെ മാത്രയ്ക്ക് തുല്യ മാത്രകളുള്ള സ്വരങ്ങൾ. അത് വ്യക്തമാക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു ഉത്സവ വാംകാല ഇവകാല യശസ്സു അച്ച്. ഇനി ഇതിനകത്ത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. പാണിനി ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഉച്ച എന്ന് പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുത്താണ്. ഉകാരത്തിന്റെ മാത്രകളുള്ള അല്ലെങ്കിൽ ഉകാരത്തിന്റെ മാത്രകളെപ്പോലെയുള്ള മാത്രകളുള്ള സ്വരങ്ങളെന്ന് പറഞ്ഞു. അവയ്ക്ക് ഹ്രസ്വ ദീർഘ പ്ലുതമുണ്ടെന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് ആയ എടുക്കുക, അതൊരു സ്വരമാണല്ലോ. ഉകാരത്തില് 1 മാത്ര 2 മാത്ര 3 മാത്ര ഉള്ളതുപോലെ ആകാരത്തിലും വരും. 1 മാത്ര 2 മാത്ര 3 മാത്ര. അപ്പോൾ ആകാരത്തിനും വരും എന്താണ്? ഹ്രസ്വം ദീർഘം പ്ലുതം. ഈ എടുക്കുക, അതിൽ ഈ ഉകാരത്തിൽ ഇവിടെ പാണിനി കാണിച്ചു തരികയാണ്. ഓ എന്ന്. അതിൽ 1 മാത്ര 2 മാത്ര 3 മാത്ര വരുന്ന പോലെ ഈക്കും 1 മാത്ര 2 മാത്ര 3 മാത്ര വരും. അതിന് ഹ്രസ്വം ദീർഘം പ്ലുതം. അവിടെ ശരിയാവും. 3ാമത് വരുമ്പോൾ അവിടെ പ്രശ്നം വരും. കാരണം ഉകാരത്തിന്റെ മാത്ര ഉള്ളതുപോലെ അതേ മാത്രയുള്ള ഉകാരങ്ങളെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ 2 ഉകാരം വേണം. എന്നാലേ ഭേദമുള്ളിടത്തല്ലേ ഉപമ പറയാൻ പറ്റും, സാദൃശ്യം പറയാൻ പറ്റും. ഇപ്പൊ ചന്ദ്രനെ പോലെ നിന്റെ മുഖം എന്ന് പറയണമെങ്കിൽ ചന്ദ്രനും മുഖം ഒന്നായ പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇവ എന്ന് പറയുന്നത് ഉപമിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഭേദമുള്ളിടത്തെ നമുക്ക് ഉപമിക്കാൻ പറ്റും. അപ്പോൾ ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുമ്പം
ചന്ദ്രനിലുള്ള ചില സാദൃശ്യങ്ങൾ ആ മുഖത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ചന്ദ്രൻ തന്നെയാണ് മുഖമെങ്കിൽ അത് പറയാൻ പറ്റില്ല. പാണിനി പറഞ്ഞത് ഊവിന്റെ കാലത്തിന് തുല്യമായ കാലമുള്ള ഊ എന്ന് പറയാൻ പറ്റില്ല. ഊ ഇവിടെ ഒന്നേ ഉള്ളൂ, അത് ഇതിനകത്തുണ്ട് താനും അക്ഷരസമാമനായത്. ഊവിന് തുല്യമായ ആ എന്ന് പറയാൻ കാരണം അവിടെ ഊ വേറെ ആ വേറെ, തുല്യമായ ഈ എന്ന് പറയാം, രണ്ടും വേറെ. ഊവിന് തുല്യമായ ഊ എന്ന് പറയണമെങ്കിൽ രണ്ടൂ വേണം. ആകെ സ്വരത്തിൽ ഒരു ഊവേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഊ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം പറഞ്ഞു? ഉകാരങ്ങൾ എന്ന അർത്ഥം പറഞ്ഞു. വഹ എന്ന് പറഞ്ഞാൽ ഉകാരം, വാ എന്ന് പറഞ്ഞാൽ ഉകാരങ്ങൾ, ഉകാരങ്ങളുടെ. പക്ഷെ വാസ്തവത്തിൽ ഇത് ഉകാരമല്ല. ഈ പറഞ്ഞിരിക്കുന്നത് മറ്റത് ഉകാരം തന്നെ, ഇത് അച്ച്, അതിലുള്ള ഉകാരം തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന, പക്ഷെ നമുക്കിതിന് ഉകാരമൊന്നും ഉച്ചരിക്കാൻ പറ്റും. ഈ ഉകാരങ്ങളെന്ന് പറയുന്നത് ആ സ്വരത്തിലുള്ള ആ ഈ വന്ന് കഴിഞ്ഞു വന്ന ഊ അതിന് തുല്യമായൊരു ശബ്ദമാണ്, അതിനെ പോലെയുള്ള ഒരു ശബ്ദമാണിത്. ഇത് ഉകാരമല്ല. പക്ഷെ ഇതിന് ഊന്നേ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ പാണിനി ഒത്തിരി ബുദ്ധിമുട്ടിയെന്നാ പറയുന്നു ഈ സൂത്രം ഉണ്ടാക്കും. ഇതിനു വേണ്ടിയിട്ടല്ല, ഈ സൂത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാണിനി ഒരുപാട് ഉറക്കമൊഴിഞ്ഞെന്നാ പറയുന്നു. ഉറങ്ങാതിരുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമായ, ഇത്രയും ഗഹനമായ ബുദ്ധിസൂക്ഷ്മത ആവശ്യമുള്ള ഒരു സൂത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഭാഷ്യകാരൻ പറയുന്നത് ഇങ്ങനെ ഈ ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്കിപ്പോൾ ഒരു ശബ്ദം ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ പാണിനീയത്തെ പരിശോധിച്ചു നോക്കണം. അതിലൂടെ പരിശോധിക്കണം. പാണിനിയാണെങ്കിലോ സ്വയം ആ ശാസ്ത്രമായി തന്നെ മാറിയെന്നാണ് പറയുന്നത്. പ്രമാണഭൂത ആചാര്യ. നമുക്ക് പ്രമാണമായിരിക്കുന്ന പാണിനിയാണ്. പാണിനി, വരരുചി, പതഞ്ജലി ഇവരൊക്കെയാണ്. ഭാഷയെ സംബന്ധിച്ച് പാണിനിക്ക് പ്രമാണം പാണിനി തന്നെ. എന്തുകൊണ്ട്? അതൊരു തപസ്സായിരുന്നു. പാണിനിയുടെ ജീവിതം എന്ന് പറയുന്നത് തപസ്സായിരുന്നു. ശബ്ദശാസ്ത്രത്തിലുള്ള തപസ് കൊണ്ട് പറയുന്നു ആ പ്രമാണഭൂതനായ ആചാര്യൻ. എങ്ങനെയാണ് ഈ സൂത്രത്തെക്കുറിച്ച് ചിന്തിച്ചത്? ഈ ഊക്കാലോചന സദൂർഘ ഇതുപോലെയുള്ള സൂത്രങ്ങൾ ഇത് തന്നെ മനസ്സിലായിട്ടു. ഇങ്ങനെ ഒരു സൂത്രത്തെ ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് പാടുപെട്ടണം, എന്തെല്ലാം സമാസങ്ങൾ, എന്തെല്ലാം സന്ധികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ദർഭപവിത്ര പാണിഹി. സാധാരണ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ദർഭ കൊണ്ട് പവിത്രം ഉണ്ടാക്കി ധരിക്കുമല്ലോ. അപ്പോ പാണിനി എന്ന് പറയുന്ന ആചാര്യൻ സ്വയം പ്രമാണഭൂതനായി, സ്വയം തന്നെ പ്രമാണമായി തപസ്സുണ്ട്. ദർഭ പവിത്രവാണി ആയി എന്ന് പറയുമ്പോൾ ദർഭ പവിത്രത്തെ കയ്യിൽ ധരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അനിഷ്ഠയോടുകൂടി. നമ്മളിപ്പോ പാണിനിയും പഠിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു സൈഡ് ബിസിനസ്. ഒത്താവത്ത് ഒത്തില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല. മറ്റങ്ങനെയല്ല. ആദ്യന്തം ആ നിഷ്ഠയിൽ തന്നെ ഇരുന്നുകൊണ്ട്, അതാണ് തപസ്സെന്ന് പറയുന്നത്. ആ നിഷ്ഠയെ കാണിക്കാനാണ് പറയുന്നത്. ദർഭ പവിത്രപാതി പണിയായി ഇരുന്നുകൊണ്ട്, അപ്പോൾ സന്ധ്യാവന്ദനം പോലെയുള്ള കർമ്മങ്ങളൊക്കെ വിധിവത് അനുഷ്ഠിച്ചുകൊണ്ട്, ശുചൗ അവകാശേ പറയും, വളരെ പരിശുദ്ധമായ സ്ഥലത്ത് അതും ആവശ്യമാണ്.
അങ്ങനെ ഏകാഗ്രമായി ചിന്തിക്കണമെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വേണം. പാണിനിയെക്കുറിച്ച് ഒരു കഥ പറയുന്നതാണ്. പാണിനി ഇങ്ങനെ ഈ ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, സൂത്രമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. അതിൽ ശുചിത്വവും അവകാശം എന്ന് പറയും. വളരെ ശുദ്ധിയുള്ള സ്ഥലത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പാണിനിയുടെ മുമ്പ് ഒരു കടുവ വന്നത്. നമ്മളാണെങ്കിൽ അയ്യോ കടുവേ അല്ലെങ്കിൽ പോ കടുവേ എന്നൊക്കെ വിളിക്കും. പാണിനി അവിടെ ഇരുന്നുകൊണ്ട് വ്യാഘ്ര ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. വ്യാജിഘ്രീതി വ്യാഘ്ര, അതിന്റെ സൂത്രങ്ങളെല്ലാം ഉണ്ടാക്കി. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പാണിനി കടുവയുടെ വാക്യകത്തായി. കടുവയ്ക്ക് പാണിനിയെന്നോ പതഞ്ജലിയെന്നോ വല്ല വ്യത്യാസമുണ്ടോ? പാണിനി കടുവയ്ക്കകത്താകിയപ്പോൾ കടുവ എന്ത് ചെയ്തു? കിട്ടിയ പാണിനിയും കൊണ്ട് ഓടി. ശിഷ്യന്മാരൊക്കെ കണ്ട് കടുവയുടെ വാക്യകത്തിരിക്കുന്നത് പാണിനിയെ കണ്ട്. പക്ഷെ കടുവയുടെ വാക്യകത്തിരുന്നപ്പോൾ പാണിനി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? വ്യാജിഘ്രീതി വ്യാഘ്ര, സൂത്രങ്ങളൊക്കെ പറഞ്ഞു. ആദോലോപയിടിച്ച, അങ്ങനെ കുറെ സൂത്രങ്ങൾ ഇവരോട്. ആദശ്ചാനുപസർഗ ആദോലോപയിടിച്ച, ഈ സൂത്രങ്ങളെ പറയുന്നു. ശിഷ്യന്മാര് നിലവിളിക്കാനും തുടങ്ങി. പക്ഷെ പാണിനി കടുവ പിടിച്ചതും കൊണ്ടുപോയതൊന്നും പാണിനി അറിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് പിന്നെ പാണിനിയെ കിട്ടിയതുമില്ല. അതോടെ കഥയും തീർന്നു പാണിനിയുടെ. ഇപ്പൊ സങ്കടപ്പെടണ്ട, ഇപ്പൊ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത്രമാത്രം നിഷ്ഠയുള്ള ആളായിരുന്നു പാണിനി. അങ്ങനെ ശുദ്ധമായ പരിശുദ്ധമായ സ്ഥലത്തിലിരുന്നുകൊണ്ട് പ്രാങ്മുഖ ഉപവിശ്യ എന്നും പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, വളരെ ഏകാഗ്രതയോടുകൂടി അപ്പോൾ തന്റെ സന്ധ്യാവന്തനം പോലെയുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അതിൽ നിന്ന് മനസ്സിലാകാം രാവിലെയാണ് സംഭവം നടക്കുന്നത്. പാണിനിയുടെ ഈ അഭ്യാസങ്ങളെല്ലാം ബ്രാഹ്മ മുഹൂർത്തത്തിലാണ്, ചിന്തയല്ല. പ്രാങ്മുഖ ഉപവിശ്യ മഹതാ പ്രയത്നേന സൂത്രാണി പ്രണയതി സ്മ. വളരെ അധ്വാനിച്ച് സൂത്രങ്ങളെ നിർമ്മിച്ചു എന്നാണ്. പ്രയത്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കുന്ന കാര്യമല്ല പറയുന്നത്. ബുദ്ധി കൊണ്ടുള്ള അധ്വാനം. ഇത് വായിച്ചിട്ട് ചില സാഹിത്യന്മാരൊക്കെ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധി ഇനി ഇതിനപ്പുറം പോകാൻ ഒരു സ്ഥലമില്ല, ഇടമില്ലെന്നാണ് പോകാൻ. അത്രമാത്രം ബുദ്ധി അതിന്റെ പാരമ്യത എത്തിയിട്ടുണ്ട് ഈ സൂത്രങ്ങളിൽ. മുമ്പോട്ടിരുന്ന് നമുക്ക് മനസ്സിലാവും ഓർമ്മശക്തിയും ബുദ്ധിയൊക്കെ. അപ്പം മഹതാ പ്രയത്നേന, അത്യധികം പ്രയത്നിച്ചിട്ട് ഈ സൂത്രങ്ങളെ പ്രണയതിസ്മ, നിർമ്മിച്ചു എന്നാണ്. അവിടെ ഇപ്പൊ ഇത് പറയാൻ എന്താ കാരണം? ഇപ്പൊ പാണിനി ഹ്രസ്വ ദീർഘപ്ലുത സംജ്ഞ എങ്ങനെയാ ഇതിനു വേണ്ടി ഒരു സൂത്രം ഉണ്ടാക്കുന്നത്? സംജ്ഞ ഞാൻ പറഞ്ഞതിന് എളുപ്പമാണ് കാര്യം മനസ്സിലാക്കാൻ. ഏകമാത്രമാണ് ഈ ഹ്രസ്വം. ആ സൂത്രമാക്കുന്നിടത്താണ് പണി. നമ്മളിപ്പോൾ മനസ്സിലായി, ഒരു മാത്രമേ ഹ്രസ്വം, രണ്ട് മാത്രമേ ദീർഘം, മൂന്ന് മാത്രമേ പ്ലുതം. ഇത് വെച്ചൊരു സൂത്രം ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സൂത്രം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെന്തെങ്കിലും സൂത്രപ്പണി ചെയ്യും, അത് സൂത്രമാകത്തുമില്ല. പാണിനി എന്ത് ചെയ്തു? ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് രാവിലെ എന്താ ഇവിടെ ഒരു വിദ്യ പ്രയോഗിക്കേണ്ടത്. അപ്പോഴാണ് ദൂരെ കോഴി പോകുന്ന ശബ്ദം കേട്ടത്. കൊക്കോ കോ. പെട്ടെന്ന് പാണിനിക്ക് പിടികിട്ടി. അതിൽ പിടിച്ചു. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണെന്ന് പറഞ്ഞത് പാണിനിയുടെ ചെവിയിലാ വീണത്. കൊക്കോ കോ കോ. ഒരു
പുതിയ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തമാണ് ഈ പറയുന്ന ഊകാരോച ഹ്രസ്വദീർഘം. കാരണം ഊവിന് സദൃശമായ ഊ എന്ന് പറയണമെങ്കിൽ രണ്ടു വേണം. ആകെ അക്ഷരസമാനമായ അക്ഷരങ്ങളെന്ന് വരുമ്പോൾ ഒരു ഊവേ ഉള്ളൂ. അപ്പോൾ അതിനെ പാണിനി അനുകരിച്ച്, അപ്പോൾ കോ എന്ന് അനുകരിച്ചു കഴിഞ്ഞാൽ സൂത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ അതിൽ അനുകരിച്ച എന്താണ്, ആ കോഴി കൂകുന്ന ശബ്ദത്തിൽ അതിൽ ഏകമാത്രയുടെ ശബ്ദമുണ്ട്, രണ്ട് മാത്രയുടെ ശബ്ദമുണ്ട്, മൂന്ന് മാത്രയുടെ ശബ്ദമുണ്ട്. അതെല്ലായിടത്തും കൂടെ എരുമ കരയുന്ന അനുകരിച്ച് അത് കിട്ടുമോ? കിട്ടത്തില്ല. പുളുതം മാത്രമേ കിട്ടത്തുള്ളൂ. കോഴി കൂകുന്ന ശബ്ദത്തിൽ അതുണ്ട്. അപ്പോ ചോദിക്കരുത് ഊന്ന് ആണോ കോഴി കൂകുന്നതെന്നൊന്നും ചോദിക്കരുത്. അങ്ങനെയല്ല, അങ്ങനെ കോഴി കൂകാറില്ല. പക്ഷെ അതൊന്ന് പാണിനി എടുത്ത എന്താണ്, ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര. അപ്പൊ ആ ശബ്ദത്തെ അനുകരിച്ചിട്ട് ഊ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വരങ്ങളിൽപ്പെട്ട ഊ അല്ല. കോഴി കൂകുന്ന ശബ്ദത്തെ അനുകരിച്ച് പാണിനി സൃഷ്ടിച്ച ഒരു ശബ്ദമാണ് ഇവിടുത്തെ ഓ ഓ ഓ. എന്നിട്ട് പറയുന്നു, ഈ പറയുന്ന ഈ ശബ്ദത്തിന് തുല്യമായി ആ അകാരത്തിലോ ഇകാരത്തിലോ ഉകാരത്തിലോ ഹ്രസ്വമോ ദീർഘമോ പ്ലുതമോ സംജ്ഞ നിങ്ങൾക്ക് വിധിക്കാം. അത് ഏകമാത്രയിലും ദ്വിമാത്രയിലും ത്രിമാത്രയിലും ഉച്ചരിക്കുമ്പോൾ. എന്നാണ്. അപ്പോൾ ഇവിടുത്തെ യോ എന്ന് പറയുന്ന അക്ഷരസമാനായത്തിലെ ഈ കോഴി കൂകിയ കഥയൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ഇതുമായിട്ടുള്ള ബന്ധം പലർക്കും മനസ്സിലായിരിക്കില്ല. ഉശ്ച ഊശ്ച ഊശ്ച എന്ന് പറയുന്നത് ഇത് ഒരു അനുകരണ ശബ്ദമാണ്. കോഴിയുടെ ശബ്ദത്തെ അനുകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ അനുകരണ ശബ്ദത്തിന് തുല്യമായ സ്വരങ്ങൾക്ക് ഏതായാലും ശരി, അത് ആയാലും ശരി, ഈ ആയാലും ശരി, ഊ ആയാലും ശരി, അതിന് ഹ്രസ്വം ദീർഘം പ്ലുതം എന്നുള്ള സംജ്ഞകൾ വരും. അത് പറയാൻ വേണ്ടിയിട്ട് ഊ കാലഹ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഉശ്ച ഊശ്ച ഊശ്ചവഹ വാം കാലൈവ കാലോ യസ്യ സോ അച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് സൂത്രത്തിലെ ഊകാലഹ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ അർത്ഥമാണ്. അതിനകത്ത് രണ്ട് സമാസം വന്നു, ഒരു ബഹുവ്രീ സമാസം വന്നു, ഒരു തത്പുരുഷ സമാസം വന്നു. അതിനനുസരിച്ച് അവിടെ സന്ധി വന്ന് വാങ്കാലഹ എന്നുള്ള വിഗ്രഹിച്ചിട്ട് അതിന് സന്ധി ചെയ്തു കഴിഞ്ഞാൽ ഊകാല എന്ന് വരും. ഇനി ഊകാല എന്നുള്ളതിനെ വിഗ്രഹിച്ചിട്ട് സന്ധി ചെയ്താലും ഊകാല എന്ന് തന്നെ വരും. പക്ഷെ രണ്ടിടത്ത് രണ്ടാണ്. സൂത്രത്തിൽ കാണുന്ന ഊകാലയെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഊകാല ഇവ കാലോ യസ്യ എന്ന് വരും, ഊകാല എന്ന് തന്നെ വരും. അതിന്റെ അകത്തുള്ള ഊകാലത്ത് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ വാങ്കാല എന്ന് വരും. അവിടെ ഈ സമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഊകാല എന്ന് വരും. നമുക്ക് സമാസം വരുമ്പോൾ അതിലുള്ള എല്ലാ സംശയവും തീർന്ന് വ്യക്തമാവും. ഊകാല എന്ന് പറഞ്ഞ ഇവിടെ പറയുന്നു അച്ഛനെയാണ്, അച്ഛന്റെ വിശേഷണമാണ്. അപ്പോൾ പാണിനി ഈ അനുകരിച്ചുണ്ടാക്കിയ ഈ ശബ്ദം, ഈ ശബ്ദത്തിൽ എങ്ങനെയാണോ ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര വരുന്നത്, ഇതുപോലെ ഏക ദ്വി ത്രിമാത്രകൾ ഏതെങ്കിലും സ്വരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഹ്രസ്വം പറയുന്നു. ക്രമാത് ഹ്രസ്വ ദീർഘ പ്ലുത സംജ്ഞ. അതിവിടെ ക്രമാത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഊ ഓ ഓ അതിനൊരു ക്രമമുണ്ടല്ലോ. ഒന്ന് ഏകമാത്ര, രണ്ടാമത് ദ്വിമാത്ര, മൂന്നാമത് ത്രിമാത്ര. ആ ക്രമം അനുസരിച്ച് ഏകമാത്രമാണെങ്കിൽ ഹ്രസ്വം, ദ്വിമാത്രമാണെങ്കിൽ ദീർഘം, മൂന്ന് മാത്രമാണെങ്കിൽ പ്ലുതം. അതാണ് ക്രമം എന്ന് പറഞ്ഞത്. കാരണം ഉശ്ച ഊശ്ച ഊശ്ച എന്ന് പറഞ്ഞിടത്തൊരു ക്രമമുണ്ട്. ഹ്രസ്വ ദീർഘ പ്ലുത എന്ന് പറയുന്നിടത്ത് ക്രമമുണ്ട്. ആണ് ഇവിടെ ക്രമാതെന്ന് പറഞ്ഞത്. ക്രമാതെന്ന് പറയുന്നത് ശരിക്കും
യഥാസംഖ്യം അനുദേശ സമാന എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ആ സൂത്രം ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ് ഈ സൂത്രത്തിൽ. ആ സൂത്രത്തിന്റെ താത്പര്യമാണ് ക്രമാതെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ ആ സൂത്രം കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തില്ല. സിദ്ധാന്തോധികാരം കൊടുത്തില്ല. കൊടുക്കാതെ കാരണം അതിന് ഒരുപാട് വിശദീകരിക്കേണ്ടി വരും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സൂത്രത്തിന്റെ അർത്ഥം കൂടെ ക്രമാതെന്ന് കൊടുക്കും. ശരി. പിന്നെ സൂത്രത്തിൽ ഊകാലഹ എന്നുണ്ട്, അതിനിവിടെ താഴെ ഉച്ച ഊച്ച ഊച്ച വഹ വാം കാല ഇവ കാലോ യസ്യാന്ന് വിഗ്രഹിച്ചു. അച്ചെന്ന് സൂത്രത്തിലുണ്ട്, അത് ഇവിടെ വൃത്തിയിൽ അച്ചെന്ന് വന്നു. പിന്നെ ഹ്രസ്വ ദീർഘപ്ലുതഹ എന്ന് പറയുന്നത് സൂത്രത്തിലുണ്ട്, അതും ഇവിടെ വൃത്തിയിൽ വന്നു. പിന്നെ കൂടുതലായി വന്നൊരു പദം ക്രമാത്, അത് യഥാസംഖ്യം അനുദേശക സമാന എന്നൊരു സൂത്രത്തിന്റെ അർത്ഥം. പിന്നെ വന്ന് സ്യാദ്, അത് മുമ്പ് പറഞ്ഞു, ക്രിയാരൂപങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അത് അധ്യാഹരിച്ചാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂത്രത്തിലുള്ള കാര്യം മാത്രമേ ഇവിടെ വൃത്തിയിലുള്ളൂ. വൃത്തി എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം മാത്രമാണ്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ ഇത് അത് എഴുതിയെടുത്തിട്ട് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വൃത്തി സൂത്രമല്ലാതെ തന്നെ മനസ്സിലാവും. ഹ്രസ്വ ദീർഘപ്ലുതഹ എന്ന് പറയുന്നിടത്തും ഒരു സമാസമാണ്. 3 പദങ്ങൾ, ഒന്നിൽ കൂടുതൽ പദമുണ്ടല്ലോ, അത് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ സമാസമുണ്ട് അവിടെ. ഹ്രസ്വശ്ച ദീർഘശ്ച പ്ലുതശ്ച എന്ന് വിഗ്രഹിക്കും. അതുപോലെ രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണവും എന്ന് വിഗ്രഹിക്കുന്ന പോലെ ഹ്രസ്വശ്ച ദീർഘശ്ച പ്ലുതശ്ച. പിന്നെ അതിനെ കൂട്ടിച്ചേർക്കും. അവിടെ സന്ധികൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. ഹ്രസ്വ ദീർഘപ്ലുതഹ എന്ന് പറയും. ശരിക്കും ഹ്രസ്വ ദീർഘപ്ലുതഹ എന്നോ അല്ലെങ്കിൽ ഹ്രസ്വ ദീർഘപ്ലുതം എന്നോ വരേണ്ടത്. പക്ഷെ പാണിനിക്ക് തന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഇവിടെ ഹ്രസ്വ ദീർഘപ്ലുതഹ എന്ന് പറഞ്ഞു. അതെന്താണ് നിയമം എന്നത് അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അതൊന്നും ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ സൂത്രത്തിന്റെ അവൃത്തിയുടെ അർത്ഥം മാത്രം നോക്കുക. ഉശ്ച ഊശ്ച ഊശ്ച വഹ ഓ ഓ ഓ എന്ന ഉകാരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന ഉകാരങ്ങൾ എന്ന് പറയുമ്പോൾ ഹ്രസ്വ ദീർഘ പ്ലുത ഉകാരങ്ങൾ. ഉകാരങ്ങൾ എന്ന് പറയുമ്പോൾ പറയണം, കോഴിയുടെ ശബ്ദത്തിന്റെ അനുകരണമാണ്. അക്ഷരസമാപനായത്തിൽ കണ്ടതല്ല അത്, ഇത് വേറെയാണ് സാധനം. ഇതുപോലെ പല അനുകരണ ശബ്ദങ്ങളും പാണിനി ഉപയോഗിക്കും വ്യാകരണത്തിൽ. ഉശ്ച ഊശ്ച ഊശ്ച വഹ ഓ ഓ ഓ എന്ന ഉകാരങ്ങൾ, അത് സൂത്രത്തിൽ കാണുന്ന ഊവിന്റെ അർത്ഥം. അടുത്ത് ഊ കാലഹ എന്നുള്ളതിന്റെ അർത്ഥമാണ് അടുത്ത് പറയുന്നത്. അതിന്റെ അർത്ഥം, ഇതിന്റെ സമാസമല്ല, അർത്ഥം. സമാസം നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഊ കാലഹ കാലോ യസ്യ. അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം: വാം കാല ഇവ കാലോ യസ്യ. ഈ പറഞ്ഞ ഉകാരങ്ങളുടെ, അതാണ് വാം, അതിന്റെ കാലം, അതിന്റെ മാത്ര. അപ്പോ ഊകാരങ്ങളുടെ മാത്ര ഇവ കാല, ഊകാരങ്ങളുടെ മാത്രയ്ക്ക് തുല്യമായ മാത്രകൾ ഉള്ളതായ യസ്യ സോച്ച്, അങ്ങനെയുള്ള സ്വരങ്ങൾ, അവയ്ക്ക് ക്രമപ്രകാരം ഹ്രസ്വ ദീർഘ പ്ലുത സജ്ഞ സ്യാദ്, ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന സജ്ഞ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക? ഇനി അകാരത്തെ നോക്കുക. അതിലൊരു ഹ്രസ്വാകാരം, ദീർഘാകാരം, പ്ലുതാകാരം. ഇകാരത്തെ നോക്കുക. ഹ്രസ്വ ഇകാരം, ദീർഘ ഇകാരം, പ്ലുത ഇകാരം. ഉകാരത്തെ നോക്കുക. ഹ്രസ്വ ഉകാരം, ദീർഘ ഉകാരം, പ്ലുത ഉകാരം. നോക്കുക. ഇത്
സ്വരങ്ങളിലേ ഉള്ളൂ. ഹ്രസ്വ ഋകാരം, ദീർഘ ഋകാരം, പ്ലുത ഋകാരം. ഋനെന്താണ്? ദീർഘമില്ല. അതുകൊണ്ട് അവിടെ എന്തുവരും? ഹ്രസ്വ ഋ, ദീർഘ ഋ, അല്ല പ്ലുത ഋ, ദീർഘമില്ല. എ ഓ, ഏക്ക് എന്താണ്? ഹ്രസ്വമില്ല. അതുകൊണ്ട് ദീർഘ എ, പ്ലുത എ. ഓ, ദീർഘ ഓ, പ്ലുത ഓ. ഐ ഔ, ദീർഘ ഐ, പ്ലുത ഐ. ദീർഘ ഔ, പ്ലുത ഔ. അവിടെ നിന്ന് ഹ്രസ്വമില്ല. അപ്പൊ അച്ഛന് വരുമെന്ന് പറഞ്ഞെങ്കിലും ഏത് ആണോ പ്രയോഗത്തിലുള്ളത് അതിനെ വരത്തുള്ളൂ. ഹ്രസ്വമില്ലാത്തടത്ത് ഹ്രസ്വം വരത്തില്ല, ദീർഘമില്ലാത്തടത്ത് ദീർഘം വരത്തില്ല. പക്ഷെ പ്ലുതങ്ങൾ എല്ലാത്തിനുമുണ്ട്. എ ഓ ഐ ഔ ഇവയ്ക്ക് ഹ്രസ്വമില്ല. മലയാളത്തിലുണ്ട് എ ഓ ഓ, സംസ്കൃതത്തിലില്ല. സംസ്കൃതത്തില് എയുടെ ഹ്രസ്വമായി കണക്കാക്കുന്നത് ഈയാണ്. ഓയുടെ ഹ്രസ്വമായി കണക്കാക്കുന്ന ഊവിനെയാണ്. പക്ഷെ അത് ഹ്രസ്വമായിട്ടല്ല, ഹ്രസ്വം പോലെ വേണ്ടി വന്ന അവിടെ. അപ്പോൾ ഇവിടെ പണിനി സ്വരങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഹ്രസ്വ ദീർഘ പ്ലുത സംജ്ഞ വിധിച്ചിരിക്കുന്നത് സ്വരങ്ങൾക്കാണ്, വ്യഞ്ജനങ്ങൾക്കല്ല. വ്യഞ്ജനങ്ങളില്ല. ചില യോഗ്യം കീ കീ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവിടെ ദീർഘവും ഹ്രസ്വവും അല്ലേന്ന് ചോദിക്കും. ഉണ്ട് അവിടെ കീ എന്ന് പറയുന്നതിന്റെ ദീർഘം ഏതാണ്? സ്വരത്തിന്റെയാണ്, വ്യഞ്ജനത്തിന്റെ അല്ല. കീ എന്ന് പറയുന്നതിന്റെ ഹ്രസ്വം ഏതാണ്? കാപ്ലസി, ആ ഈയിലാണ്. അല്ല കീക്ക് ഹ്രസ്വവും ദീർഘമൊന്നുമില്ല, സ്വരങ്ങൾക്കേ ഉള്ളൂ. ഇനി ആ സൂത്രത്തെ ഒന്ന് വായിച്ച, അതിന്റെ വൃത്തി ഒന്ന് വായിച്ചേ. ഊകാലോജ്ജ്രസ്വ ദീർഘപ്ലുതഃ വാങ്കാലൈവ കാലോ യസ്യ അച്ക്രമാദ് ഹ്രസ്വ ദീർഘപ്ലുത സംജ്ഞഃ സ്യാത്. ശിഷ്യ